സാറേ, സാം പിത്രോദയുടെ പരാമർശം, വിവാദ പരാമർശം സാർ കേട്ട് കാണും. ഇന്നിപ്പോൾ നമ്മൾ ചർച്ച തുടങ്ങുന്നതിന് മുമ്പായി ജയറാം രമേശ്, കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ആ പ്രസ്താവന തള്ളിക്കളഞ്ഞിട്ടുണ്ട്. എന്താണ് ആ പ്രസ്താവനയെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം? തള്ളിക്കളഞ്ഞെന്ന് പറയുന്നതിന് കോൺഗ്രസ്സുകാരും ജയറാം രമേശും തള്ളിക്കളഞ്ഞെന്ന് പറഞ്ഞതിന് നമുക്ക് തള്ളിക്കളയാം. നടപടി എടുക്കണം. ആ തള്ളിക്കളയലിന് ഒരു അർത്ഥവുമില്ല. നമുക്ക് കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനം അതിലേക്ക് വരാം. ഇത് പറഞ്ഞത് എന്താണ്? ഇദ്ദേഹത്തിന് മുഴുവൻ പേരെന്നറിയോ? സത്യനാരായണൻ ഗംഗാറാം പിത്രോദ. ഇതാ പേര്. സത്യനാരായണൻ ഗംഗാറാം പിത്രോദ, ഇതാ അയാളുടെ മുഴുവൻ പേര്. ഗുജറാത്തി അച്ഛനും അമ്മയ്ക്കും ഒറീസയിലാണ് തോന്നുന്നു ജനനം. ഇദ്ദേഹം നമ്മുടെ നാട്ടില്, നമ്മുടെ ഈ ഒരു ചെറിയ ഗ്രാമപ്രദേശത്ത് നിന്ന് പോകുന്ന ആളുകള് വേണമെങ്കിൽ നമ്മുടെ നാട്ടിലെ എന്താ പറയേണ്ടത്, കുപ്പത്തോട്ടിലൊന്നും എവിടെന്നെങ്കിലും പോയിട്ട് പേര് രാജപ്പൻ എന്നാണ്. ജപ്പാനിൽ ചെന്നപ്പോഴത്തേക്ക് ആറ് ജപ്പാൻ എന്ന് പേര് മാറ്റി എന്നൊക്കെ സിനിമയ്ക്കകത്ത് കണ്ടിട്ടില്ലേ? പുറത്തു നിന്ന് ആളാകാൻ വേണ്ടി രാജപ്പൻ ജപ്പാനിൽ ചെന്ന് ആറ് ജപ്പാൻ എന്ന് പറയുന്ന പേര് മാറ്റിയെടുത്താണ് ഈ സാം പിത്രോദയാക്കി വെച്ചിരിക്കുന്നത്. അദ്ദേഹം ഇപ്പൊ പറഞ്ഞ വിഷയം രണ്ടാണ്. ഒന്നാമത്തെ വിഷയം, ഭാരതം എന്ന് പറഞ്ഞാല് അത് മനസ്സിലാക്കണം, വർണ്ണവെറി, നിറത്തിന്റെ പേരിലുള്ള വിവേചനം ലോകത്തെ എല്ലാ രാജ്യങ്ങളും, അതുണ്ടായിരുന്ന രാജ്യങ്ങളിലെല്ലാം അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ പാടില്ല, വർണ്ണത്തിന്റെയോ വർഗത്തിന്റെയോ പേരിലുള്ള വിവേചനം പാടില്ല എന്ന കാഴ്ചപ്പാടിലേക്ക് ലോക സമൂഹം എത്തുമ്പോഴാണ് നമ്മുടെ ഈ സാം പിത്രോദ, ഈ രാജീവ് ഗാന്ധിയുടെ കൂട്ടുകാരൻ രാഹുൽ ഗാന്ധിയുടെ അങ്കിൾ സാം, ഉപദേഷ്ടാവ്, അങ്കിൾ സാം, ഉപദേഷ്ടാവിനൊക്കെ അപ്പുറമാണ് അങ്കിൾ സാം, മെന്ററാണ്. ഇദ്ദേഹമാണ് ഈ രാഹുൽ ഗാന്ധി അമേരിക്ക ചെല്ലുമ്പോൾ എങ്ങനെ വർത്തമാനം പറയണം, ആരെ കാണണം, എങ്ങനെ നടക്കണം, ആരോട് എങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യണം, ഇതിനൊക്കെ ഇടനിലക്കാരനാണ്. കോൺഗ്രസിന്റെ, ഓവർസീസ് കോൺഗ്രസിന്റെ അധികാരി എന്നുള്ളതിനപ്പുറം രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും കോൺഗ്രസ് പ്രസ്ഥാനങ്ങൾക്കും ജോർജ് സൊറോസ് പോലുള്ള ആളുകളോട് ഭാരതത്തെ പലതരത്തിലും അധിനിവേശത്തിലൂടെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ശക്തികളുടെ ആയിട്ടുള്ള കൊടുക്കവാങ്ങലോ വിലപേശലിലോ ഒക്കെയുള്ള ഇടനിലക്കാരനാണ് ഈ സാം പിത്രോദ. അതാണ് അയാളുടെ ജോലി. ഏതാണ്ട് നമ്മളെ ദല്ലാൽ നന്ദകുമാറിന്റെ ഒരു സാർവദേശീയ വേഷം, ഇന്റർനാഷണൽ ദല്ലാൽ ആണ് ഈ സാം പിത്രോദ. ഇതിലിപ്പോ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഭാരതത്തിന്റെ, ആദ്യം നമുക്ക് നമ്മളെ പറയാം, തെക്കുള്ളവര്, ഞാനും ജോലിയൊക്കെ നമ്മളെല്ലാം കറുത്തവരാണ്. അതുകൊണ്ട് നമ്മൾ ആഫ്രിക്കക്കാര്, ആഫ്രിക്കൻ രീതി, ആഫ്രിക്കക്കാരെ പോലെയാണ്. വടക്കേ ഇന്ത്യക്കാരൊക്കെ വെള്ളക്കാരാ, ഒരു ഗോതമ്പിന്റെ നിറമുള്ള വെളുത്തവരാണല്ലോ, വെള്ളക്കാരാ. പടിഞ്ഞാറ് ഭാരതത്തിലുള്ളവര് അറബികളെ പോലെയാണ്. കിഴക്കൻ ഭാരതത്തിലുള്ളവര് ചൈനക്കാരെ പോലെയാണ്. അതിനെനിക്ക് തോന്നുന്നത് ഇന്ന് മിസോറാമിലെ മറ്റുമാണെന്ന് തോന്നുന്നു, മുഖ്യമന്ത്രി ഇന്ന് മറുപടി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ചൈനക്കാരല്ല, ഞങ്ങളുടെ വംശപുച്ഛങ്ങൾ മംഗോളിയൻസ് ആണ്, ഞങ്ങളെ പോലെയാണ് ചൈനക്കാരെന്ന് വേണേ പറഞ്ഞു. മംഗോളിയൻ വംശജരാണ് ഞങ്ങളെ അങ്ങനെ പറഞ്ഞ് അധിക്ഷേപിക്കരുതെന്ന് അവർ പറഞ്ഞു. ഭാരതത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും, പല പ്രദേശങ്ങളിൽ നിന്നും, തമിഴ്നാട്ടിൽ നിന്ന് പല പ്രദേശങ്ങളിൽ നിന്നും മുഖ്യമന്ത്രിമാരും അതുപോലെ ഉത്തരവാദിത്തമുള്ളവരെല്ലാം ഇദ്ദേഹത്തിനെതിരെ ചാടിയിട്ടുണ്ട്. നരേന്ദ്രമോദി പറഞ്ഞതാണെങ്കിൽ കുറിക്കുകൊള്ളുന്ന മറുപടി കൊടുത്തു. ഞാൻ നിങ്ങൾക്ക് മറുപടി തരാം എന്ന് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ടാണോ, കറുത്ത നിറമുള്ളത് കൊണ്ടാണോ ദ്രൗപദി മുർമു എന്ന മഹിളാ രത്നത്തെ രാഷ്ട്രപതിയാക്കാൻ വേണ്ടി ഞങ്ങൾ കൊണ്ടുവന്നപ്പം കോൺഗ്രസ്സുകാർ എതിർത്തതെന്നൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്? കറുത്ത നിറമുള്ളത് കൊണ്ടാണോ ദ്രൗപദി മുർമുവിനെ നിങ്ങൾ എതിർത്തത് എന്ന ചോദ്യമാണെന്ന് പ്രധാനമന്ത്രി മോദി തിരിച്ചു ചോദിച്ചിരിക്കുന്നത്. പിന്നെ വേറെ കൂടെ പറഞ്ഞു, അത് അതിലും അപകടകരമാണ്. സത്യം പറഞ്ഞു ഇവിടുത്തെ ഡെമോക്രസിക്കും ലിബർട്ടിക്കും ഫ്രീഡത്തിനും ജനാധിപത്യത്തിനും സ്വാതന്ത്ര്യത്തിനും സാഹോദര്യത്തിനും ഒക്കെ രാമക്ഷേത്രവും രാമനവമിയൊക്കെ തടസ്സമാണെന്ന്
ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുക, എല്ലാ ബഹുമാനത്തോടും ചോദിക്കുകയാണ്, ജീസസ് ക്രൈസ്റ്റും ക്രിസ്തുമസുമാണ് അമേരിക്കയുടെ വികസനത്തിനും സ്വാതന്ത്ര്യത്തിനും തടസ്സമെന്ന് അമേരിക്കയിൽ നിന്ന് പറയുന്നതിനോ, അല്ലെങ്കിൽ പ്രോഫറ്റ് മുഹമ്മദും നബിദിനവുമാണ് റംസാനും ഒക്കെയാണ് വികസനത്തിന് തടസ്സമെന്ന് സൗദി അറേബ്യയിൽ എന്ന് പറയുന്നതിനുള്ള ധൈര്യം ഈ സാമ്പിത്രത എന്ന് പറയുന്ന നാലാംകിട രാഷ്ട്രീയ ദല്ലാളിനുണ്ടോ എന്ന് ഭാരതം ചോദിക്കണം. അഹങ്കാരത്തിന് അതിര് വിട്ടുപോകാൻ പാടില്ല. പിത്രോത എന്ന് പറഞ്ഞാലും ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഭാരതത്തിന്റെ ദേശീയ സങ്കല്പം, രാഷ്ട്രീയ സങ്കല്പം എന്ന് പറയുന്നത് ഏതെല്ലാം നിറത്തിലുള്ള കറുത്തവരാണെങ്കിലും വെളുത്തവരാണെങ്കിലും, പച്ചയായിട്ട് പറഞ്ഞ കറുത്തു മെലിഞ്ഞവനും വെളുത്തു തുടുത്തവനും എല്ലാം ഒരേ പരിഗണന കിട്ടുന്ന ഒരു ജനാധിപത്യ സമ്പ്രദായമാണ് ഭാരതത്തിൻ്റെത്. മുഖ്യമന്ത്രി ആകുന്നതിനോ ചീഫ് ജസ്റ്റിസ് ആകുന്നതിനോ തടസ്സമില്ല. ഇപ്പൊ നമ്മൾ നോക്കിക്കോ, അടുത്ത വർഷം ഏതാണ്ട് 2005 നവംബർ ആകുമ്പോൾ ഇപ്പോഴത്തെ ഇലക്ഷന്റെ പ്രതീക്ഷ കഴിഞ്ഞാൽ പ്രധാനമന്ത്രി OBC ആയിരിക്കും, രാഷ്ട്രപതി ST, ഭാരതത്തിന്റെ ചീഫ് ജസ്റ്റിസ് ഞാൻ ഈ പറയുന്ന ഒരു വർഷം കഴിയുമ്പം ഒരു SC ആയിരിക്കും. അപ്പൊ ST ചീഫ് ജസ്റ്റിസ്, SC രാഷ്ട്രപതി, ST രാഷ്ട്രപതി, SC ചീഫ് ജസ്റ്റിസ്, OBC പ്രധാനമന്ത്രി ആകാൻ പോകുന്ന ഒരേ സമയത്ത് ആകാൻ പോകുന്ന രാജ്യത്ത് ഡോക്ടർ അംബേദ്കറെ രാഷ്ട്രത്തിന്റെ ഭരണഘടനാ ശില്പിയായിട്ട് ബഹുമാനിക്കുന്ന ഭാരതത്തില് ഇവരെ എല്ലാവരുടെയും ഉന്നമനത്തിന് പ്രവർത്തിച്ച വീര സവർക്കറുടെയും മഹാത്മാഗാന്ധിയുടെയും നാട്ടില് വർണ്ണവെറിയുടെ, ഓർക്കണം സൗത്ത് ആഫ്രിക്ക വെച്ച് ഇദ്ദേഹം എന്തൊക്കെ അനുഭവിച്ചത് ഗാന്ധിജി. ആ രാജ്യത്തെ ജനങ്ങളോട് പറയുകയാണ്, വർണ്ണവെറിയുടെ രാഷ്ട്രീയം പറഞ്ഞു വന്നാൽ സാംപിത്രോതയ്ക്ക് ഇവിടെ ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി വർണ്ണവെറി അനുഭവിച്ചതിന് തിരിച്ച് അദ്ദേഹം ഇവിടെ വന്നിട്ട് ആ ഗാന്ധിജിയുടെ കോൺഗ്രസ് ആണ് പറയുന്നത് നമുക്കിനി ഇവിടെ വർണ്ണത്തിന്റെ വലിയ വ്യത്യാസമാകാം. ഇദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ മുമ്പും അത് അതിലും രസം. രണ്ട് പ്രത്യേക കാര്യങ്ങൾ ഞാൻ പറയാം. പലപ്പോഴും അതായത് നമ്മുടെ നാട്ടിൽ ഒരു ഭാഷ പറയും, അതായത് ഇതുപോലുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ശത്രുക്കളുടെ ആവശ്യമില്ലല്ലോ എന്ന്. ചില അറ തല്ലിപ്പൊളി കൂട്ടുകാരുള്ളപ്പോഴത്തേക്ക് അവള് പറയും, ഇതുപോലൊരു കൂട്ടുകാരുണ്ടെങ്കിൽ ശത്രുക്കളുടെ ആവശ്യമില്ലല്ലോ, ആ ജോലി ഇവൻ ചെയ്തോളൂ എന്ന്. കോൺഗ്രസ് നേതൃത്വത്തിന് ഇന്ന് കഴിച്ചിട്ടിറക്കാനും മധുരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത ഒരു കഥാപാത്രം സാമ്പിട്ടോട. ഇദ്ദേഹം 1984 സിഖ് കലാപത്തെ കുറിച്ച് ചോദിച്ചു. ആ കലാപം രാജീവ് ഗാന്ധിയുടെ കാലം, രാജീവ് ഗാന്ധി എന്ന് പറഞ്ഞു വലിയ മരം, ഇന്ദിരാഗാന്ധി മരിച്ചു, വലിയ മരം വീഴുമ്പം താഴെയുള്ള ഭൂമി ഇളകും എന്നൊക്കെ ന്യായം പറയുന്നതാണ്, ന്യായീകരിച്ചതാണ് ഈ കൊലപാതകത്തെ. അതിന് പിട്രോള 2019 ചോദിച്ചിട്ടുണ്ടെന്നറിയാമോ? സിഖ് കലാപം, സിഖ് കൂട്ടക്കൊല തോക്കാഹെ, അതുകൊണ്ട് എന്താ എന്നാ ചോദിച്ചത്. ഒരു സമൂഹത്തിന്റെ മൊത്തം മുഖത്ത് നോക്കി കൊഞ്ഞനം കാണിക്കുന്ന പണി. അത് കഴിഞ്ഞ് ഇപ്പൊ പിന്നീട് അടുത്ത കാര്യം പുൽവാമ വിഷയത്തില്, പുൽവാമയിൽ ബാലക്കോട്ട് നമ്മൾ തിരിച്ചടി കൊടുത്തല്ലോ, സർജിക്കൽ സ്ട്രൈക്ക്. ആ സർജിക്കൽ സ്ട്രൈക്ക് കൊടുത്തത് ഈ അങ്കിൾ സാമിന് ഇഷ്ടപ്പെട്ടില്ല. അതെന്തിനാ അങ്ങനെ ചെയ്യാൻ? ജയിൽ ദിവസം നടക്കുന്ന കാര്യമല്ലേ. പണ്ട് ബോംബെ അവന്മാർ കയറി നിരങ്ങിയിട്ട് പോയിട്ട് ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ, ഈ ശൈലിയില. ഇതൊന്നുമുള്ള കാര്യമല്ലേ. 6-7 ഈ ഭീകരവാദികള് എന്തെങ്കിലും ചെയ്യുന്നതിന് ഒരു രാജ്യത്തെ കയറി ആക്രമിക്കാവോ എന്ന് പറഞ്ഞ് പാകിസ്ഥാന്റെ പക്ഷത്ത് നിന്നാണ് ഈ അങ്കിൾ ഷാ, ഈ സാമ്പിട്ടോട. ഇനി ഒരു പക്ഷെ അങ്ങനെ മനസ്സിൽ വരുന്ന ചോദ്യം, ഇത്രയൊക്കെ ആയിട്ടും എന്താണ് പുറത്താക്കാത്തത്? അതിന് കാരണമുണ്ട്. അതിനൊരു കാരണമുണ്ട്. ഈ പറഞ്ഞ കൂട്ടത്തിലെങ്കിലും സോണിയാഗാന്ധിയുടെ റേസ് വരുന്നില്ലല്ലോ. സോണിയാഗാന്ധി മദാമയല്ലേ, മദാമയുടെ കോൺഗ്രസ്സുകാർക്ക് ഇത് വിഷയമല്ല. 1. 2, ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, സ്റ്റേക്ക് വളരെ കൂടുതലാണ്. ഈ സാമ്പിത്രോയുടെ വഴി ഇവർക്ക് കിട്ടുന്ന അന്തർദേശീയ സഹായങ്ങൾ, ഇന്റർനാഷണൽ എയ്ഡ്സ് സഹായങ്ങൾ, അത് വളരെ കൂടുതലാണ്. അത് നഷ്ടപ്പെടുത്താൻ പറ്റില്ല. അതാണ് ദല്ലാളിന്റെ വില. അത് അത്രയും നമ്മൾ എന്തായാലും ഉൾക്കൊള്ളുന്ന കാര്യമാണ്. ഏതായാലും ഭാരതം സാമ്പിത്രതയിൽ കൂടെയും
അല്ലെങ്കിൽ സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ ഒന്ന് ഓർക്കണം, വയനാട്ടിൽ കഴിഞ്ഞ 26-ാം തീയതി വോട്ട് മേടിച്ച് പെട്ടിയിലിട്ടിട്ട് പോയ രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയാ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുന്നതിനും പറയുന്നത് തെക്കന്മാരെല്ലാം കറുത്തവരാ, നിങ്ങളെല്ലാം ആഫ്രിക്കക്കാരാന്ന് പറഞ്ഞു. ആഫ്രിക്കക്കാരാന്ന് പറയുന്നത് ഞാൻ കുറ്റം പറയുന്നില്ല. എന്തായാലും ഇത്തരം വിവാദ പ്രസ്ഥാനങ്ങൾ അതിന് കൃത്യമായിട്ട് ഭാരതം മറുപടി കൊടുക്കും, യാതൊരു സംശയവും വേണ്ട.